ഹലോ, എല്ലാവർക്കും സുഖമാണോ? നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ്, എൻ്റെ വലിയച്ഛൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ ഇന്ന് മുത്തപ്പൻ തെയ്യം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തെയ്യം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി, എന്തായാലും കണ്ണൂർ ഭാഗത്തേക്കല്ലേ പോകുന്നത്. അപ്പോൾ പറശ്ശിനിക്കടവും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ അച്ഛനും അമ്മയും ചിട്ടുമോനും അമ്പുട്ടനും ഗീഷേട്ടനും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ ആകാശം കണ്ടിട്ട് എനിക്ക് നല്ല രസം തോന്നിയിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തോന്നേ ഉള്ളൂ. അതായത് ഈ സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു രംഗം ഉണ്ട്, അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതും കൂടെ വീഡിയോയിൽ എടുത്തോന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നേരെ പറശ്ശിനിക്കടവ് പോയിട്ടാണ് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അവിടം വരെ പോകുന്ന സ്ഥിതിക്ക് എന്തായാലും പറശ്ശിനിക്ക് പോകാതെ പോകാൻ തോന്നിയില്ല. അങ്ങനെയാണ് നമ്മൾ രാവിലെ പോയത്. പെട്ടെന്നാണ് കേട്ടോ തീരുമാനിച്ചത്. നമ്മൾ തലേദിവസം വരെ പോകുന്നില്ല എന്ന് പറഞ്ഞതായിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു രാവിലെ റെഡി ആവേണ്ട, കുറച്ച് ലേറ്റായിട്ട് റെഡി ആയാൽ മതി, കാരണം തെയ്യം തുടങ്ങുമ്പോൾ ഉച്ചയാവും. അപ്പോൾ നമ്മൾ കുറച്ച് വൈകിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ രാവിലെ പെട്ടെന്ന് പറഞ്ഞു പോയിട്ട് അതിൽ തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ പോയത്. പറശ്ശിനിക്കടവ് എത്തുന്നതിന് മുമ്പേ നമ്മൾ ചായ കുടിച്ചു. പിന്നെ പറശ്ശിനി എത്തിയപ്പോൾ പിന്നെ പറയണ്ട, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞാൻ ഇത്ര കാലത്തിൻ്റെ ഇടയ്ക്ക് പറശ്ശിനിക്ക് പോയിട്ട് ഇത്ര തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്കവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല, ഉള്ളിലേക്ക് കയറാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ നമുക്ക് പോവേണ്ടതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് തൊഴുതിട്ട് വന്നു. പക്ഷെ തെയ്യം പുറത്തുനിന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടം വരെ പോയിട്ട് പിന്നെ പ്രസാദം കഴിക്കാതെ എങ്ങനെയാണ് വരിക? അങ്ങനെ നമ്മൾ നേരെ പ്രസാദം കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഈ പയറും ഈ തേങ്ങാക്കൊത്തും കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഞാൻ അവിടെ കാത്തിരുന്നു, കുറേ നമ്മൾ കാത്തിരുന്നിട്ടോ കേട്ടോ കിട്ടിയത്. കാരണം അതുപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചെണീച്ചിട്ട് വേണം അടുത്ത ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആലക്കോടേക്ക് പോയി. പിന്നെ തളിപ്പറമ്പ് കയറി അങ്ങനെ ആലക്കോട് പോയി. അവിടുന്ന് തെറ്റി മഞ്ഞ അങ്ങനെ പോയി കേട്ടോ. എനിക്ക് കറക്റ്റ് റൂട്ടൊന്നും പറയാൻ അറിയത്തില്ല. അപ്പം നമ്മളീ പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു മലയോര ഗ്രാമമാണ് കേട്ടോ. കൊന്നക്കാട് പോലെ, അല്ലെങ്കിൽ കൊന്നക്കാട് ഞങ്ങൾ മുമ്പ് താമസിച്ച കൊന്നക്കാടാണ് കേട്ടോ. അപ്പം നമ്മളൊരു മലയോര ഗ്രാമമാണ് ഈ ആലക്കോട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ തന്നെ ഭയങ്കര ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തിൻ്റെ നടുക്കൂടിയാണ് കേട്ടോ റോഡ് പോകുന്നത്. അത് കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ്. അപ്പം ഞാൻ കുറേ കാര്യങ്ങളിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ പണ്ട് നമ്മളെ വെക്കേഷൻ സമയത്തൊക്കെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ആകെ കൂടി വിടുന്നത്. അപ്പോൾ അങ്ങനെ വിടുമ്പോൾ നമ്മൾ അച്ഛമ്മേൻ്റെ കൂടെയാണ് വിടല്. അപ്പോൾ അച്ഛമ്മേൻ്റെ കൂടെ വിടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം എൻ്റെ അച്ഛൻ്റെ ഏട്ടന് 2 മക്കൾ, പിന്നെ വിഷ്ണു, ചിന്നു, അവർ 2 പേരുണ്ട്. അപ്പം ഇതാണ് കേട്ടോ ആ ചിന്നുമോൾ. അപ്പോൾ ഞങ്ങൾ പണ്ട് മുതലേ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഒരുമിച്ച് എപ്പോഴും കളിയും, നമ്മൾ എന്താ പറയണ്ടേ, നമ്മളെ ചെറുപ്പത്തിലെല്ലാം നമ്മൾ ഭയങ്കര ഒരുമിച്ച് കളിച്ചത് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. പക്ഷേ അച്ചമ്മ വരുമ്പോഴാണ് നമ്മൾ ആകെ കൂടി ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പം അച്ചമ്മേൻ്റെ കൂടെ വന്നിട്ട് ഇവിടെ നിൽക്കൽ, അവിടെ കഴിഞ്ഞ് ഇവിടുന്ന് തോട്ടിൽ തുള്ളാൻ പോകുന്നതും എല്ലാം ഒരു ഓർമ്മയാണ് കേട്ടോ. പക്ഷെ അച്ചമ്മ മാത്രമേ ഇല്ല നമ്മളെ കൂടെ. ഇപ്പോൾ അച്ചമ്മ മരിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഒരു സങ്കടമാണ് നമുക്ക്. അച്ഛമ്മ ഇല്ലയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ നമുക്ക് വരുമ്പോൾ മനസ്സിന് ഒരു വിഷമമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ എത്തുമ്പോൾ അച്ഛമ്മേനെ ഓർമ്മ വരും. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മുടെ പഴയ കാലമൊക്കെ ഒന്ന് ഓർത്തെടുത്തു കേട്ടോ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ ഇരുന്നത് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. തെയ്യം തുടങ്ങാനായി ഈ അമ്പലമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ ഏകദേശം തെയ്യം തുടങ്ങേണ്ട സമയമായിട്ടോ. അപ്പോൾ അതിന് മുൻപ് തന്നെ നമ്മൾ എല്ലാവർക്കും ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടെ നമ്മളും പോയിട്ട് ചോറ് കഴിച്ചു. കാരണം എന്താ വെച്ചാൽ തെയ്യം തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയി ചോറ് കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ തെയ്യം കൂടാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ചോറിൻ്റെ കാര്യം എടുത്തു പറയണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഫുഡും ഇവിടുത്തെ ഭക്ഷണവും ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു നമ്മൾ കഴിക്കാനായിട്ട് വന്നതാണ്. സത്യം, നമ്മൾ കഴിക്കാൻ നമുക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ നാട്ടിലെ നമ്മളെ ഭക്ഷണം നമ്മൾ എന്തായാലും വേറൊരു നാട്ടിൽ പോയാലും മിസ് ചെയ്യുമല്ലോ. അങ്ങനെ തെയ്യം തുടങ്ങി. അങ്ങനെ നമ്മൾ തെയ്യം നോക്കി നിന്നു കേട്ടോ കുറേ സമയം. അപ്പം ഞാൻ ഉള്ളിൽ നിന്നാണ് നോക്കിയത്, കാരണം ഷിട്ടുവിനെ കൊണ്ട് പുറത്ത് പോകാൻ പറ്റൂലായിരുന്നു. അവൻ ഭയങ്കര കുരുത്തക്കേടാണ്. അപ്പോൾ അവന് അതിൽ ഓടണ്ടല്ലോ, ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഉള്ളിൽ തന്നെ ആയിട്ട് നിന്നത്.
ഏകദേശം ഒരു 2:30 ആയപ്പോഴത്തേക്ക് നമ്മൾ തൊഴുതിട്ട് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെടാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഏകദേശം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ലോണം ലേറ്റായി നമുക്ക് വരാൻ ഇതാവും. കാരണം മഴയൊക്കെ മൂടം കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബായ്.